റൂട്ടാണ് ഒക്കേനക്കൽ വാട്ടർഫാൾസ്, ഒക്കേനക്കൽ പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാലൈ മാധവേശ്വർ മല. സംഭവം എന്താന്ന് വെച്ചാൽ കാവേരി പോകുന്നത് ഒക്കേനക്കലിലോട്ടാണ്. ഒക്കേനക്കൽ പോയിട്ട് അവിടെ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അത് പോയി ഫോറസ്റ്റ് ഏരിയക്കുള്ള പോകും. ഫോറസ്റ്റ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ കാവേരി ഫോളോ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് കൊല്ലേക്കാട് പോകണമെങ്കിൽ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് വേണം പിന്നെ അങ്ങോട്ട് കാവേരിയെ പിടിക്കണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ പോകുന്ന റൂട്ട് മാധവേശ്വർ മല പോയി അവിടുന്ന് താഴെ ഇറങ്ങാം. അല്ല ഹാനൂരും എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കൊല്ലേക്കാട് വഴി അങ്ങ് ശ്രീരംഗപട്ടണം വഴിയോ അല്ലെങ്കിൽ മൈസൂർ ടച്ച് ചെയ്തിട്ടോ മെഡിക്കേരി പോവാം. അതൊരു റൂട്ടാണ് ചിന്തയിലുള്ളത്. വരുന്ന വഴിക്ക് നോക്കാം. ഇനി അങ്ങോട്ട് ഭക്ഷണത്തിലുള്ള വകുപ്പൊന്നുമില്ല. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ രാവിലെ അവിടെ ക്യാൻറ്റീന് ഓപ്പണായി വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇറങ്ങി. ഇനി മാധവേശ്വർ മല ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുള്ളൂ. പക്ഷെ വലിയ ദൂരമില്ല, ഒരു 17-18 കിലോമീറ്റർ ഉണ്ട് മല. ആനേനെ മാത്രം സൂക്ഷിക്കേണ്ടതുള്ളൂ. ഇന്നലെ രാത്രി പ്രധാനമായിട്ടും ആനയുള്ളത് കൊണ്ട് പറഞ്ഞേക്കായിരുന്നത്. ഏതൊന്നും വഴിക്കൊക്കെ എല്ലാവർക്കും ആനയുടെ കാര്യം പറയാനുള്ളൂ. അത്യാവശ്യത്തിലധികം ആന ഇറങ്ങി നടക്കുന്ന റൂട്ട് അത്. പക്ഷെ ഫോറസ്റ്റ് ഓഫീസിലെ ഉറക്കം ഉഷാറായിരുന്നു. രാവിലെ അത്രയും കണ്ട് തണുപ്പുണ്ട് ഇവിടെ. അതെ, വിവരമില്ലാത്തവർ കാട്ടിൽ കയറിയുള്ള കഥയാണ് കാണുന്നത്. എന്തു വേണമെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ, കഴിച്ചിട്ട് അത് ഇവിടെ ഇട്ടിട്ട് പോകണോ? നീ കാറിലോ മറ്റോ ഒക്കെ ആയിട്ട് കയറി പോകുന്നു. അതിലെങ്ങനെ വെക്കാൻ സ്ഥലമില്ലായിട്ടാണ്. ഒരുമാതിരി വിവരമില്ലായ്മ, കഷ്ടമാണ്. ബിയർ ബോട്ടിലുകൾ പോലുള്ള ചില്ലുകുപ്പികളാണ് ഇവിടെ ഏറ്റവും ഇഷ്യൂ ഉണ്ടാക്കുന്നത്. ഈ വഴിക്കെല്ലാം ആനകൾ പോകുന്ന വഴി, സാനപ്പിണ്ടമൊക്കെ കാണാം ഇവിടെ. അപ്പോൾ ഈ ആനകളുടെ കാലിൻ്റെ താഴെ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂസാണ്. അപ്പോൾ ഈ ചില്ലങ്ങ് വേഗം അങ്ങ് കയറി തറച്ചിരിക്കും അവിടെ. എന്നിട്ട് അത് പഴുത്ത് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇൻഫെക്ഷനായി അതിൻ്റെ കാലിലൂടെ കയറി അതങ്ങ് തീർന്നു പോകും. ഒരൊറ്റ ബിയറിൽ ഒരു ആന പോലുള്ളൊരു വലിയ ജീവിയുടെ ജീവിതം ആശ്രയിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബിയർ കുടിച്ചിട്ട് ഇത്തിരി മാന്യത കാണിക്കണം അല്ലേ? ഒരു ചുരം ഇവിടുന്ന് തുടങ്ങുകയായി.
ഇനി ആ കാണുന്ന മല കൂടി ചുറ്റിക്കറങ്ങി കയറി അങ്ങെത്തണം. மலைக்கு போக முடியுமா? மலை போக முடியும் இப்படி? അങ്ങ് കാണുന്ന മാധവേശ്വർ മല, അങ്ങോട്ട് പോകാൻ വേണ്ടി അത്യാവശ്യം നടക്കാനുണ്ട് ഇനി. പക്ഷെ ഞാൻ ഈ വഴി പിടിച്ചു. മുന്നേ 2 പേര് പോകുന്നുണ്ട്, അവരെന്നോട് ഈ വഴി പോരെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും കയറി മുകളിലോട്ട് എത്തിയപ്പോഴാണ് മല കാണുന്നത്. അപ്പോൾ പറയുന്നത് ഈ വഴി പോകാൻ പറ്റില്ല, ആ വഴി തന്നെ പോകണമെന്ന്. അത് നന്നായി, നല്ലൊരു സമയത്തായിരുന്നു അത്. അങ്ങനെ കയറി മാധവേശ്വര മല കയറി എത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി നാളെ ഇറക്കം ഉണ്ടാവുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ തോൽബെട്ട ഫോറസ്റ്റ് ഉണ്ട് അവിടെ. അപ്പം അതും കവർ ചെയ്തിട്ട് വേണം നേരെ താഴെ പോയി ഹാനൂറോ അല്ലെങ്കിൽ ഗൗദല്ലി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്താൻ. അത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളേകാളിന്ന് കാവേരിയെ കാണാം. കാവേരി അങ്ങ് മലകളുടെ അപ്പുറത്തോ ഒഴുകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് മാധവേശ്വർ മല കോവിലിൻ്റെ ഭാഗങ്ങൾ. ഇത് ഒരു സ്റ്റേഡിയം പോലെ, അതിനകത്തുനിന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം കോവിലാണ്. 3 നേരം സുഭിക്ഷമായ ഭക്ഷണമൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, ഇനി മലയെത്തി. ഇനി മല ഇറങ്ങുന്നത് നാളെ ഉള്ളൂ. മാധവേശ്വരത്ത് ഈ കാണുന്ന ലോഡ്ജിൽ റൂം വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോയി ഇൻഫർമേഷൻ സെൻറ്ററിൽ പോകണം. എന്നിട്ട് അവിടുന്ന് കീ കിട്ടില്ല, ബില്ല് മാത്രമേ കിട്ടുള്ളൂ. ആ ബില്ല് അവിടെ കൊടുത്തിട്ട് അവിടുന്ന് കീ മേടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂം കിട്ടുന്ന പറയുന്നത്. വിചിത്രമായ ആചാരങ്ങളാണ്. ഇവിടെ ഇൻഫർമേഷൻ സെൻറ്റർ വരെ പോയിട്ടും കാര്യമില്ല. പോവുകയാണെങ്കിൽ 2 പേരെങ്കിലും ആയിട്ട് പോകണം. ഞാൻ ഒരാൾക്കായിട്ട് റൂം തരാൻ പറ്റില്ല അത്ര അവർക്ക്. ഭയങ്കരം തന്നെ. ಅನ್ನಭಾಗ್ಯದಲ್ಲಿ 100 ಪ್ರಸ್ಥಾನಗಳು ಪ್ರಸಾದ ಸ್ವೀಕರಿಸಲು ಪುಣ್ಯ ತಮಗೊಂಡಿರುತ್ತದೆ. ದಯವಿಟ್ಟು ಎರಡಬೇಡಿ, ಕೊಲ್ಲಬೇಡಿ, ಮಾಡಬೇಡಿ.